അല്ലെങ്കിലും ഈ സോമശേഖരൻ സാറിന് എത്ര കിട്ടിയാലും മതിയാവൂല. ആളുകൾ പ്രായിക്കൊണ്ടാ കാശ് തരുന്നേ. ഇതിപ്പോ നമ്മക്കും പ്രാക്ക് മേടിച്ചിരുന്ന മട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്കും ഇഷ്ടമല്ല. എന്തുവാടോ നിന്ന് പിറകുറുക്കുന്നേ? ഏയ് ഒന്നുമില്ല സാറേ. കുടുംബകാര്യം പറയാണോ അതോ എന്റെ നെഞ്ചത്തേക്ക് കയറുകയാണോ? ഹെൽമെറ്റ് ഉള്ളവനെ ഇല്ലാത്തവനെ ഒക്കെ പിടിച്ചോണം. ഹെൽമെറ്റ് വെച്ചവൻ എന്തിനാ സാറേ പിടിക്കുന്നേ? ഓവർ സ്പീഡ് അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിക്കടോ. സാറേ ഇതിത്തിരി ഓവറാണ് കേട്ടോ. 10 റെസിപ്റ്റ് ഇല്ലാതെ വിടുമ്പോ ഒരെണ്ണമെങ്കിലും റെസിപ്റ്റ് എഴുതണേ സാറേ. താൻ പറഞ്ഞ പടി നോക്കണോ. റെസിപ്റ്റ് ഒക്കെ ഞാൻ എഴുതിക്കോളാം. ആശാനെ ചെക്കിങ് തടയോ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക്. ജീപ്പിന് എന്തിനോ കൈ കാണിച്ചത്? നമുക്ക് ഇവരെ പോലുള്ള വലിയ വണ്ടിക്കാരൊന്നും വേണ്ട. അത്താഴപ്പട്ടിണിക്കാരും കൂലിപ്പണിക്കാരും ഒക്കെ മതി. അവരാവുമ്പോ രസീതും കോടതിയും ഒന്നും വേണ്ട. കയ്യിലുള്ളത് ഇങ്ങ് തന്നിട്ട് പൊക്കോളും. സാറേന്ന് തികച്ച് വിളിക്കുകയും ചെയ്യും. വിടറോ വണ്ടി. എന്താടോ യുവമാര് പോകുന്നില്ലേ? നമുക്ക് പണിയുണ്ടാക്കാൻ വന്ന് കിടക്കുകയാണോ? ആ നിൽക്കുന്ന SI സോമശേഖരൻ സാറ് കാശ് വാങ്ങിട്ട് എപ്പ ചോദിച്ചാലും തട്ടാമുട്ടിയാ പറയുന്നേ. അത് നല്ല തട്ട് കിട്ടാഞ്ഞിട്ടാ. അല്ല SI ഈ കാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടേ ആ അച്ഛനെ പറയുന്ന ചീത്തയും കേട്ട് തിരിച്ചു പോകാറാ പതിവ്. എന്തിന്? ഇവർക്ക് കാക്കി കൊടുത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? കള്ളത്തരം കാണിക്കുന്നവരെ പിടിക്കാൻ. ആ കാക്കി ഇട്ടുകൊണ്ട് ഇവര് കള്ളത്തരം കാണിച്ച പൊതുജനം ഇടപെടും. ഇപ്പൊ നമ്മള് പൊതുജനമാണ്, അപ്പൊ നമുക്ക് ഇടപെടാം. അല്ല പോലീസല്ലേ? നീ വാഗമല. അമ്മേ, മോനെ നീ വന്നോ? എനിക്കറിയായിരുന്നു ഞാൻ വിളിച്ചാൽ നിനക്ക് വരാതിരിക്കാനാവില്ലെന്ന്. അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ അമ്മേ? അല്ല ഇതാരാ? ഫ്രണ്ടാ. കമല്. ആ എങ്കിൽ അകത്തേക്ക് കയറി വരാൻ പറ. കൂട്ടുകാരനെ കൂട്ടി വന്നിട്ട് പുറത്താണ് നിർത്തുന്നത്. അതൊക്കെ മറ്റൊരു ദിവസം ആട്ടോ അമ്മേ. അമ്മയെ കാണുക പോവാ. കുറച്ച് ജോലി തിരക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രണ്ടുപേരും ചായ കുടിച്ചിട്ട് പോയാ മതി. വാ മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വാ. എവിടേക്കാ? എന്റെ നിയന്ത്രണത്തില് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നവര് മാത്രം എന്റെ വീടിനകത്തോട്ട് കയറിയാ മതി. മഹേട്ട, നമ്മുടെ മോനാ ഇത്. ഞാൻ അവന്റെ അച്ഛനാണെന്നുള്ള വിചാരം അവനില്ലല്ലോ. ഞാൻ എന്റെ അമ്മ വിളിച്ചുകൊണ്ട് മാത്രം വന്നതാ, അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ വന്നതല്ല. അതിനർത്ഥം നീ ഇപ്പോ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും അണുകിട മാറാൻ നീ തയ്യാറല്ല എന്ന് അല്ലേ? അതായത് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ നിനക്ക് മനസ്സില്ല എന്ന്. അച്ഛൻ പറഞ്ഞിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യായമായ മാത്രം. അയ്യോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ന്യായം കൂടിയ കാര്യങ്ങളാണല്ലോ അല്ലേ? അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ? അല്ല, എന്റെ ഒരു സംശയമാണ്, അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കളക്ടർ ശാലിനി വിഷ്ണുവുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താ? എനിക്ക് ആ വീട്ടിൽ കളക്ടറുമായിട്ടല്ല ബന്ധം, അവരുടെ മദറിലോ സത്യാമ്മയായിട്ടാ. അവരുടെ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായിട്ടാ ഞാനിപ്പോ ജോലി നോക്കുന്നത്. അല്ലാതെ അച്ഛൻ കരുതുന്ന പോലെ ഒരു വഴിവിട്ട ബന്ധവും ആരുമായിട്ടും എനിക്കില്ല. എടാ, മാണിക്കോത്ത് ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജറുടെ ചെയർ നിനക്ക് വേണ്ടിയിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ കസേരയോട് നിനക്ക് തോന്നാത്ത ഭ്രമം നിനക്ക് ഈ കളക്ഷൻ ഏജന്റ് ജോലിയോട് തോന്നിയതിന്റെ ചേതോ വികാരമാണ് ഞാൻ ഈ ചോദിച്ചത്. കളക്ടർക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുന്നു, സ്വന്തം ജീവൻ കളഞ്ഞും അവളെ രക്ഷിക്കാൻ നോക്കുന്നു. എടാ, ഞാനും കഴിക്കുന്നത് ചോറ് തന്നെയാ. വേല നീ മഹേന്ദ്രന്റെ അടുത്ത് എടുക്കല്ലേ.
മഹിയേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് ഒന്നുമില്ലാത്തവന്റെ ഉള്ളിലേക്ക് തീ കോരിയിടാണോ? അവൻ പറഞ്ഞില്ലേ അവന്റെ മനസ്സിൽ ഒന്നുമില്ലെന്ന്. നിർമ്മലേ, എന്നെ കടത്തി വെട്ടുന്ന ബുദ്ധി അവന്റെ കയ്യിലുണ്ട്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞ് ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകണമെന്ന് എനിക്കില്ല. എനിക്കറിയാവിടെ, നിനക്കിപ്പോ ഞങ്ങളെ പോലെയുള്ളവരോടൊക്കെ സംസാരിക്കാൻ തന്നെ സമയമില്ലല്ലോ. ജോലിയല്ലേ ജോലി, കൊട്ടപ്പടി ശമ്പളം കിട്ടുന്ന ജോലി. എടി, ഞാൻ ഇവിടെ എന്റെ സെക്യൂരിറ്റിക്കാരന് കൊടുക്കുന്ന ശമ്പളം പോലും ഇവൻ അവിടെ കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് അവൻ ജോലിയുടെ മഹത്വം എന്നോട് പറയുന്നത്. എനിക്കിനി ഒന്നും പറയാനില്ല. കുറച്ചു നാളത്തേക്ക് എനിക്ക് അവിടെ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാനാവില്ല. കാരണം ഒരു പ്രായം ചെന്ന് സുഖമില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത്. ഓ, എന്നിട്ടും കളക്ടറുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നെ കാണുന്നുണ്ട് എന്ന് നീ പറയുന്നില്ല? മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിയാ എല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന സംശയത്തിന്റെ കറ ഒട്ടും ഇല്ലാതാവണം. അച്ഛന്റെ കാര്യത്തിൽ അതുടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അച്ഛൻ ജീവിതം കുറെ കണ്ടതായിരിക്കാം, പക്ഷേ ജീവിതം ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് വെറും സീറോയാ. ബിഗ് സീറോ.